RSS ചീഫ് മോഹൻ ഭാഗവത് ആധുനിക ലോകത്തിന്റെ അപ്പസ്തോലനായി മാറിയിരിക്കുകയാണ്. ഏതൊരു സംസ്കാരമുള്ള വിവേകമുള്ള സൊസൈറ്റിയിലെ ആളുകളും സംസാരിക്കേണ്ടതുപോലെ RSS മേധാവി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതേപടി വിഴുങ്ങാൻ അല്പം ശങ്കിക്കാതെ തരമില്ല. പൂനെയിൽ ഇന്ത്യ വിശ്വഗുരു എന്ന വിഷയത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും വിഷയം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യ വിശ്വഗുരു. മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോസ്കുകളുടെ അടിയിൽ അമ്പലം തിരയുന്ന പരിപാടി പരിപൂർണമായി അവസാനിപ്പിക്കണം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഹിന്ദുക്കളുടെ നേതാവ് ആകാമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. വളരെ കാലമായി നമ്മൾ സാഹോദര്യത്തിലാണ് ജീവിക്കുന്നത്. ഈ സാഹോദര്യം ലോകത്തിന് നൽകണമെങ്കിൽ നമ്മൾ മാതൃകയാകേണ്ടതുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിൽ ഇത്തരം തർക്കം ഉയർത്തിക്കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ ആവില്ല. എല്ലാ ഹിന്ദുക്കളുടെയും വിശ്വാസ പ്രശ്നം ആയതിനാലാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ കാണിക്കേണ്ടതുണ്ട്. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല, എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും അവരവരുടെ ആരാധനാ രീതികൾ പിന്തുടരാം എന്നതാണ് രാജ്യത്തിന്റെ പാരമ്പര്യം. ഒരുമയോടെ ജീവിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കാലമായി സാഹോദര്യത്തിലാണ് ഇന്ത്യയിൽ എല്ലാവരും ജീവിക്കുന്നത് എന്നാണ്. അത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട ഇന്ത്യയിലാണോ അതോ നോൺ ബയോളജിക്കൽ ഇന്ത്യയിലാണോ? RSSും അവരുടെ രാഷ്ട്രീയ സംഘടനയായ BJPയുമാണ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും മതസൗഹാർദ്ദവും തകർത്തത്. ലോകത്തിനു മുൻപിൽ ഇന്ത്യയെ ലാഫിംഗ് സ്റ്റോക്ക് ആക്കി മാറ്റിയത്. ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ സമ്മതിക്കുന്നു. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്നുള്ള വേർതിരിവോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമയോടെ ജീവിക്കേണ്ടതാണ്. എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ആരാധനാ രീതികൾ തുടർന്നുകൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുള്ള ഒരേ ഒരു കാരണം ഇദ്ദേഹത്തിന്റെ സംഘടനയായ RSSും അതിന്റെ രാഷ്ട്രീയ വിങ്ങായ BJPയും മാത്രമാണ്. അതിനാൽ ചെന്നായ ഇനി മുതൽ വെജിറ്റേറിയൻ ആവും എന്ന് പറഞ്ഞാൽ ഐ വുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അതായത് വളരെ സംശയാസ്പദമാണ് ഇപ്പോഴുള്ള ഇദ്ദേഹത്തിന്റെ നവയുഗ പൗരൻ ആയുള്ള ഈ വാക്കുകൾ. അമിത്ഷായുടെ അംബേദ്കർക്കെതിരെയുള്ള നിന്ദനീയമായ പരാമർശത്തിൽ നിന്നും രാജ്യത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമായി മാത്രമേ ഇതിനെ കാണാനാവൂ. അല്ലാതെ പെട്ടെന്ന് ഇയാൾക്ക് ബോധോദയം ഉണ്ടായിട്ടാണെന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് രാജ്യത്ത് നടക്കേണ്ടത് എന്നുള്ളത് വസ്തുതയാണ്.